പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ മുമ്പാകെ വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിൽ ഏകദേശം 18 വർഷമായി ജയിലിൽ കഴിയുന്ന, വധശിക്ഷ കാത്ത് കഴിയുന്ന ഒരു സഹോദരനെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആവശ്യം നിങ്ങളോട് പറയാനാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പുഴയിൽ ഉള്ള ഒരു സഹോദരനാണ്. അദ്ദേഹം ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. മച്ചിലകത്ത് അബ്ദുറഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മച്ചിലകത്ത് അബ്ദുറഹീം. അദ്ദേഹം 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കയ്യബദ്ധത്താൽ സൗദി അറേബ്യയിലെ ഒരു കുട്ടി കൊല്ലപ്പെടാൻ കാരണമായി. തീർത്തും അശ്രദ്ധയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. പക്ഷേ അത് കോടതിയുടെ മുമ്പിൽ അവന് വേണ്ടതുപോലെ അത് തെളിയിക്കാൻ കഴിയാതെ വരികയും 18 വർഷമായി ജയിലിൽ കഴിയുകയുമാണ്. അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ ശേഷം ഇപ്പോൾ ആ കുട്ടിയുടെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 15 ബില്യൺ റിയാലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 15 ബില്യൺ റിയാൽ, ഏകദേശം ഒരു 34 കോടി രൂപ, നമ്മുടെ ഇന്ത്യൻ രൂപ 34 കോടി വരും. അത്രയും ക്യാഷ് അവർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അത് കൊടുക്കുകയാണ് എങ്കിൽ, ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നൽകുകയാണ് എങ്കിൽ അദ്ദേഹത്തെ മോചിപ്പിക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കുടുംബത്തിന് ആ ഒരു പണം സമ്പാദിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകളും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അറിയപ്പെടുന്ന, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകമായ സമിതികൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചീഫ് പാട്രണായി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, പിന്നെ നമ്മുടെ MP അഴയ MK രാഘവൻ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET മുഹമ്മദ് ബഷീർ MP, അതുപോലെ മുരളീധരൻ MP, PV അബ്ദുൽ വഹാബ് സാഹിബ്, എളമരം കരീം, ഇങ്ങനെ തുടങ്ങി അബ്ദുൽ സമദ് സമദാനി MP, ഇങ്ങനെ ഒരുപാട് ജനപ്രതിനിധികളും കോഴിക്കോട് പരിസരത്തുള്ള പൗരപ്രമുഖരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അതിന് വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കാശ് പിരിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിലാണുള്ളത്. നമുക്കറിയാം, ഒരു ജീവൻ്റെ വിഷയമാണ്. അദ്ദേഹത്തിന് ഈ പണം കൊടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു 40 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ വധശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരുന്ന ദയനീയമായൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും കഴിവിൻ്റെ പരമാവധി അദ്ദേഹത്തെ സഹായിക്കണം. ഇതോടൊപ്പം അതിന് അയക്കാനുള്ള അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പരമാവധി ആളുകൾ നിങ്ങൾ അയക്കുന്നതോടൊപ്പം തന്നെ മറ്റാളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് റീച്ച് ചെയ്യുവാനും ആ ഒരു മനുഷ്യജീവനെ നമുക്ക് രക്ഷപ്പെടുത്താനും നമുക്ക് കഴിയും. നിങ്ങളുടെ അടുത്ത് എത്രയാണോ കാശുള്ളത്, എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അതിനെല്ലാം ഇവർ ആവശ്യക്കാരാണ്, ഈ കുടുംബം ആവശ്യക്കാരാണ്. അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാവരും സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. അതിന് നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ, ആ കുടുംബത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇതിന് മുന്നിട്ടിറങ്ങിയ ആളുകൾക്ക് അത് ലക്ഷ്യത്തിലെത്തുന്നത് വരെ മുന്നോട്ട് പോകുവാനും ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.